ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഞാൻ എണീറ്റ് ഇരിക്കണേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഐറു ബേബി ഉണർന്നിട്ടൊന്നുമില്ല, അവൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഈ വിചാരിച്ച് എനിക്ക് എണീറ്റ് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം അവന് എൻ്റെ ഒരു ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ എണീറ്റ് പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിൽ തന്നെ എണീറ്റ് വരും. പിന്നെ അവൻ്റെ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ കരച്ചിലായി പിച്ചിലായി. അപ്പോൾ അവന് ഒന്ന് എണീക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതാ അവന് ജസ്റ്റ് എണീറ്റ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ ചെറിയൊരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമല്ലോ. എൻ്റെ വെയിറ്റ് ലോസ് കൊണ്ട് ഉപകാരപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്കും എൻ്റെ കൂടെ കൂടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ ബേബിൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴത്തേന് ഞാൻ വിചാരിച്ചൊരു വെയിറ്റ് ഉണ്ട് 57. അപ്പോൾ എനിക്ക് അതിലേക്ക് എത്തണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കഴിക്കണത്, എൻ്റെ റൂട്ടീൻസ് എന്താണ് എല്ലാം ഞാൻ ഈ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിൻ്റെ ലോങ് വീഡിയോ ഇട്ടതിൽ ഞാൻ പറയാൻ മറന്നുപോയിരുന്നു. ഞാൻ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഒരു 10 മണിക്ക് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്താൽ വൈകുന്നേരം ഒരു 6 മണീൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ഫുഡ് കഴിക്കലും കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ എണീറ്റ് വന്നിട്ട് അവിടെ പേരക്കുട്ടിയും വല്യപ്പയും ഒക്കെ കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ അടുക്കള അതാ എത്രത്തോളം ഭംഗിയായിട്ടുണ്ട് എന്ന് നിങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അടിപൊളിയാണ്. ഇനി കുറച്ച് എസ്തെറ്റിക് വൈബും കൂടി ആക്കാനുണ്ട്. നമുക്ക് വഴി ആക്കിക്കൊണ്ടിരിക്കാൻ. കാരണം ഇമ്മച്ചി കിച്ചണ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണുള്ളൂ. ഫുള്ള് സെറ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഇതാ ഐറു അടുക്കളയ്ക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അപ്പം ചുടുന്നത് കണ്ടിട്ട് അവനും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ്. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അവന് കഴിക്കുന്നില്ല കേട്ടോ. അവന് പിന്നെ അപ്പം അടുത്ത കയ്യിലും വേണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുകയാണ്. അവന് കഴിക്കണില്ല. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കൽ നിർത്തിയിട്ടോ. കാരണം പിന്നെ വീഡിയോ എടുക്കണ്ടല്ലോ. നേരിട്ട് അവൻ്റെ ബാക്ക് ക്യാമറ ആകുമ്പോൾ അവന് പ്രശ്നമാണ്. പക്ഷെ അവനെയും കൂടി ക്യാമറയിൽ കണ്ടാൽ പിന്നെ ചിരിയായി കളിയായി അവൻ്റെ ഒരുപാട് കാര്യങ്ങളായി. പിന്നെ അതാ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഫ്രഷായിട്ട് എനിക്കും ഉമ്മച്ചും കൂടി ഞാൻ ഓട്സ് ഉണ്ടാക്കാൻ കേട്ടോ. ഇപ്പോൾ കുറച്ചിടായിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഈ ഓട്സ് തന്നെയാണ്. സ്മൂത്തി അല്ല, അതിലേക്ക് നമ്മുടെ എല്ലാ സാധനങ്ങളും ഇതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ആപ്പിൾ, വാൾനട്ട്, ഈത്തപ്പഴം ഇതെല്ലാം കൂടി ഇട്ടൊരു സ്മൂത്തി ആയിട്ട് അടിച്ച് കുടിക്കാം. ഇങ്ങനെയും കഴിക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡൊക്കെ ഇട്ടാൽ അടിപൊളിയാവും. എൻ്റെ കയ്യിലിപ്പോൾ അതൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്ന് ഫില്ലാക്കാനുണ്ട്, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളുടെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ ഐറൂന് ഉമ്മച്ചി അപ്പം വാരി കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതാ എൻ്റെ ന്യൂ ബോട്ടിലാണ്. വെയിറ്റ് ലോസിന് നമുക്കിത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ എത്രയാണ് വെള്ളം കുടിക്കണം എന്നുള്ളൊരു കണക്ക് നമുക്ക് വേണം. വെള്ളം മെയിനാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കിഡ്നി പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വെയിറ്റ് ലോസിൽ വെള്ളം അത്യാവശ്യമാണ്. ഇത്ര ഒരു വലിയ ബോട്ടിൽ വാങ്ങി നമ്മൾ ഇത്ര കുടിച്ചു എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടുമല്ലോ. പിന്നെ ഉപ്പച്ചി പപ്പായ വെട്ടി കൊണ്ടുവന്നു. അപ്പോൾ അതും ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പപ്പായൊക്കെ നമുക്ക് കലോറി കുറഞ്ഞ സാധനങ്ങളാണ്. എല്ലാം ഒരു പരിധി വെച്ച് കഴിച്ചാൽ നമ്മൾ വെയിറ്റ് കൂടില്ല, മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോയിക്കോളും. അങ്ങനെ എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിലേക്ക് കടന്ന് ഞാൻ ജസ്റ്റ് വാഷ് ചെയ്തിട്ടേ ഉള്ളായിരുന്നു. ഒന്നും മുഖത്ത് തേച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യമായിട്ട് തേക്കുന്നത് ഞാൻ അലോവേരയാണ് കേട്ടോ. ഈ അലോവേര തേക്കും. പിന്നെ ഞാൻ മാമായർത്തിൻ്റെ പുതിയൊരു മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലാണ് ഗൈസ്. എനിക്കതിൻ്റെ സ്മെല്ല് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ആ ക്രീം ടെക്സ്ചർ നൈറ്റ് വരെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ക്രീമായിട്ട് എനിക്ക് തോന്നി. യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏതായാലും അടിപൊളിയായിട്ട് തോന്നി. ഞാൻ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ ഐറു എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഒരു 12 മണി 1 മണി ആ നേരമാണ് കേട്ടോ. ഈ ബത്തൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. തണുപ്പില്ലായിരുന്നു. അപ്പോൾ ഒരു പോർഷന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കി ഞങ്ങൾ കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ല തലവേദന ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ചെറിയ പനി കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറിയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ഫുള്ളായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ പനീൻ്റെ എന്തോ തുടക്കം കാര്യം ഒരു തലവേദന വിട്ട് മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണം. അപ്പോൾ ചായക്ക് എന്തെങ്കിലും കൊടുക്കാം. ഞാൻ ബദാം വറുത്തതൊക്കെ ആയിരുന്നു ചായക്ക് എടുക്കലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ എല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം. അപ്പോൾ ഞാൻ ഇതുമൂന്ന് പീടികയിലേക്ക് പറഞ്ഞിട്ട് കുറച്ച് കടല വാങ്ങിയിട്ടോ. അതും കുറച്ച് വാങ്ങിയിട്ടുള്ളൂ. കുറച്ച് വാങ്ങിക്കൊണ്ടുവന്നപ്പോഴത്തേന് ഇമ്മച്ചി ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഒരു 2 മണി 2:30 ഒക്കെ ആയപ്പം ഞാനിതാ ഈ കടലയും ചായയുമാണ് കുടിച്ചിട്ടുള്ളത്. അത് കുടിച്ചപ്പോൾ തന്നെ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടി. ഞാൻ അത് കുടിച്ചതിന് ശേഷം ഐറൂനും കൊണ്ട് ഉറങ്ങാൻ പോയിട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കൊരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ എഗ്ഗും ചിക്കനും അതിലേക്ക് കോഫിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഞാൻ ഒരു 5 മണിയായപ്പോൾ തന്നെ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്ത് പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ എണീച്ചപ്പോൾ അതാ എൻ്റെ ഇപ്പച്ചിൻ്റെ ഏട്ടൻ്റെ മകനാണ്, ഞങ്ങളെ കാക്ക തന്നെയാണ്, അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇതാ ഉമ്മച്ചി അയറൂന് ഫുഡ് എടുക്കുകയാണ്. അപ്പോൾ ഹിതുമും കഴിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചിൻ്റെയും ഡിന്നർ ക്ലോസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് കഴിച്ച് ക്ലോസ് ആക്കിയിട്ടുള്ളത്. ഉമ്മച്ചിയും വെയിറ്റ് ലോസ് ജേണിയിൽ തന്നെയാണ്. കാരണം അയറൂൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ എല്ലാവർക്കും ഇത്ര വെയിറ്റ് ആവണം എന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ലോസ് ജേണിയിലാണ്. പിന്നെ എൻ്റെ അയറൂൻ്റെ കുറച്ച് കുറുമ്പാണ് കേട്ടോ. അവൻ്റെ ചെരുപ്പിടാതെ അവന് ബാക്കിയുള്ളവരെ ചെരുപ്പിട്ട് നടക്കുകയാണ്. പിന്നെ ഇതാ നൈറ്റായി, ഞങ്ങൾ ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.